നമസ്കാരം. ഡൽഹിയിലെ ലോധി കോളനിയിൽ 28-കാരിയായ ആകൃതി സുതാർ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ ദുരൂഹതയേറുന്നു. വിവാഹം കഴിഞ്ഞ് കേവലം 2 മാസം മാത്രം പിന്നിടുമ്പോഴാണ് ആകൃതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് തൊട്ടു മുമ്പ് ഓഫീസിൽ സഹപ്രവർത്തകർക്കായി പാർട്ടി നടത്തുകയും അമ്മയോട് തികച്ചും സന്തോഷത്തോടെ സംസാരിക്കുകയും ചെയ്ത ആകൃതി ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇത് സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആസൂത്രിത കൊലപാതകമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. യുവതിയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് അരാസ്തു സിക്കയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് പുസ്വിഹാർ സ്വദേശിയായ ആകൃതി സുധാറിനെ ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് ലോധി കോളനിയിലെ പാലിക കുഞ്ചിലുള്ള NTMC ഫ്ളാറ്റിന്റെ 3-ാം നിലയിൽ നിന്ന് താഴെ വീണ നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ആകൃതിയുടെ ശരീരത്തിൽ ചതവുകളും മാരകമായ പരിക്കുകളും ഉണ്ടായിരുന്നുവെങ്കിലും സംഭവസ്ഥലത്ത് രക്തക്കറകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഉടൻ തന്നെ എയിംസ് ട്രോമ സെന്ററിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. സൗത്ത് ഡൽഹി പോലീസ് സീനിയർ ഓഫീസർ അനന്ത് മിത്തൽ അറിയിച്ചതു പ്രകാരം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ 196-ാം വകുപ്പ് പ്രകാരം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്കായി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ അറിയിച്ചിട്ടുണ്ടെന്നും മരണകാരണം വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. ഛത്തർപൂരിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുകയായിരുന്നു ആകൃതി. 8 വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിൽ കഴിഞ്ഞ ഏപ്രിൽ 24-നായിരുന്നു അരാസ്തുവും ആകൃതിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. അരാസ്തുവിന്റെ സഹോദരി അഗസ്തിക സിഖയുമായുള്ള സൗഹൃദത്തിലൂടെയാണ് ആകൃതി ഈ കുടുംബവുമായി അടുക്കുന്നത്. അരാസ്തു നിലവിൽ തൊഴിൽ രഹിതനാണെന്നും അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സർക്കാർ ജീവനക്കാരനാണെന്നും പോലീസ് പറഞ്ഞു. വിവാഹ അവധി കഴിഞ്ഞ് ജൂലൈ 1-നാണ് ആകൃതി വീണ്ടും ജോലിയിൽ കയറിയത്. ശനിയാഴ്ച അവധിയായിരുന്നിട്ടും ഓഫീസിൽ പോയി സഹപ്രവർത്തകർക്കായി ചെറിയൊരു പാർട്ടിയും നൽകിയിരുന്നു. ആകൃതിക്ക് യാതൊരുവിധ വിഷാദരോഗ ലക്ഷണങ്ങളും ഇല്ലായിരുന്നുവെന്ന് അമ്മാവൻ മനഞ്ജയ് സുധാർ പറയുന്നു. ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഒരാൾ ജോലിയിലേക്ക് തിരിച്ചെത്തിയത് ഇത്തരത്തിൽ ആഘോഷമാക്കില്ലല്ലോ എന്നാണ് കുടുംബത്തിന്റെ ചോദ്യം. ശനിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ ആകൃതി അമ്മയുമായി ഫോണിൽ സംസാരിച്ചതാണ്. അപ്പോൾ ഓഫീസിലെ ആഘോഷങ്ങളെക്കുറിച്ച് പറയുകയും വീട്ടിലേക്ക് തിരിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ രാത്രി 8 മണിയോടെ ഭർത്താവ് അരാസ്തു സിക്ക കുടുംബത്തെ വിളിച്ച് ആകൃതിയെ കാണാനില്ലെന്ന് അറിയിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ 9:30-യോടെയാണ് പാലിക കുഞ്ചിൽ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ വിവരം പോലീസ് കുടുംബത്തെ അറിയിക്കുന്നത്. ആകൃതി താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള അധികം താമസക്കാരില്ലാത്ത ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് അവൾ എന്തിനാണ് പോയതെന്ന് കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. സ്ത്രീധനമായി 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഭർത്താവും വീട്ടുകാരും ആകൃതിയെ നിരന്തരം മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും സഹോദരൻ അമയ് സുധാർ പറഞ്ഞു. മരണത്തിന് 2 ദിവസം മുമ്പ് ഇരുവരും തമ്മിൽ വലിയ വഴക്കുണ്ടായിരുന്നതായും വളരെ മാനസിക കരുത്തുള്ള ആകൃതി ഒരിക്കലും സ്വയം ജീവനൊടുക്കില്ലെന്നും സഹോദരൻ വ്യക്തമാക്കുന്നു. സംഭവ സ്ഥലത്ത് രക്തക്കറകൾ ഇല്ലാത്തത് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണെന്ന സംശയം വർദ്ധിപ്പിക്കുന്നതായി പോലീസും വിലയിരുത്തിയിട്ടുണ്ട്. കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകുമെന്നും എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുമെന്നും പോലീസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും അതിനുശേഷമായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക.